ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വന്നിട്ട് കുഞ്ഞൻ കിടന്ന് ഉറങ്ങുകയാണ്. നല്ല ക്ഷീണം ഉണ്ടാക്ക്, ഫുഡും കഴിച്ചിട്ടില്ലല്ലോ, ഭയങ്കര ഉറക്കമാണ് ആള്. ഉറങ്ങി. ചൂടുണ്ട് ഇപ്പോഴും, നാളെ ആകുമ്പോഴത്തേക്ക് കുറയുമെന്ന് വിചാരിക്കണം. ആളിങ്ങനെയൊക്കെ കേട്ടോ കിടക്കണേ. രാവിലെ കുഞ്ഞിനെ എണീറ്റിട്ടുണ്ടായിരുന്നു. അവന് നമ്മൾ കുറച്ച് ചെറുതായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വാങ്ങിച്ചു പോയായിരുന്നു കരിക്കും. അതുകൊണ്ട് കുറച്ച് ടെൻഡർ കോക്കനട്ട് വാട്ടർ കൊടുത്തു. അപ്പോൾ 2 ദിവസത്തിന് ശേഷം ഇന്നാണ് കുഞ്ഞിന് ഇച്ചിരി വെള്ളം കുടിച്ചത്. നമ്മൾ രാവിലെ എണീച്ചു. കുഞ്ഞിന് കൈക്ക് കുറച്ച് വേദനയുണ്ട്, കാരണം ഒത്തി ഇപ്പം നടക്കണേ. 2 ദിവസമായല്ലോ, കൈക്ക് കുറച്ച് വേദന ഉണ്ടാക്കും. സ്വെല്ലിങ് ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ഒത്തിയാണ് കുഞ്ഞ് നടക്കുന്നത്. പറ്റുകയാണെങ്കിൽ ഇന്ന് മാറ്റണം. ഇന്ന് ചിലപ്പോൾ ഫ്ലൂയിഡ് പോകാനും ചാൻസ് ഇല്ല, കാരണം കുറച്ച് സ്വെല്ലിങ് ഒക്കെ ഉള്ള പോലെ ഉണ്ട്. കണ്ട് നടക്കുമ്പോൾ ആൾ ഒത്തിയാണ് നടക്കുന്നത്. നടക്കാനും പറ്റണില്ലെന്ന് തോന്നുന്നു, കാരണം 2 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് കിടക്കുമോ, വേദന ഉണ്ടാവും. ഇവന് പിന്നെ എത്ര വേദന വന്നാലും ഇവൻ പറയൂല, കുറേ സഹിക്കും. നമ്മളായിട്ട് കണ്ടുപിടിച്ചെങ്കിലേ ഉള്ളൂ പാവം. സത്യം പറഞ്ഞാൽ നമുക്ക് ഇവരുടെയൊക്കെ കരച്ചിൽ കാണുമ്പോൾ ഭയങ്കര ഇങ്ങനെ സങ്കടം വരാതിരിക്കില്ല. അവൻ്റെ കണ്ണെന്ന് അറിഞ്ഞിരിക്കുക, കയ്യിൽ കണ്ടില്ലേ, അത് 2 ദിവസമായി കാനില്ല. അപ്പോൾ അതിൻ്റെ സ്വെല്ലിങ് വന്നിട്ടുണ്ടാവണം, അതുകൊണ്ടെന്ന് തോന്നുന്നു വേദന. നമുക്ക് എനിക്കറിയില്ല, ഒരു പെറ്റ്സിനെയൊക്കെ വളർത്തുന്നവർക്ക് ആ ഒരു വേദന ചിലപ്പോൾ റിലേറ്റബിൾ ആയിരിക്കും. അല്ലാതെ പറയുന്നത് കണ്ട് അവൻ്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകുകയാണ്. എനിക്ക് തോന്നുന്നു പനിയും ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന്, എനിക്കറിയില്ല, പെട്ടെന്ന് സങ്കടം വരും. അങ്ങനെ കുഞ്ഞിന് പോകാനുള്ള വണ്ടി വന്ന് കുഞ്ഞിനെ ഞാൻ കൊണ്ടുവന്നു. കുറച്ച് പെൻസിൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്ന ഉടനെ കുഞ്ഞൻ പോയി യൂറിൻ പാസ് ചെയ്ത് 10:30 പോയത്. ഇപ്പം നമ്മൾ വന്നപ്പോൾ 12:45. ഇഞ്ചക്ഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കുഞ്ഞൻ കടപ്പായിരുന്നു, ക്ഷീണം കാണുമല്ലോ, അങ്ങനെ കടന്നു. ആൾ വോമിറ്റും ചെയ്തായിരുന്നു. കുഞ്ഞൻ ഫുൾ ടൈം ഉറക്കമായിരുന്നു കേട്ടോ. അവൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, ഫുൾ ടൈം ഉറക്കമായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും എടുക്കാനും കിട്ടിയില്ല. പിന്നെ നമ്മൾ വൈകുന്നേരത്തെ സെക്ഷൻ എത്തി. അപ്പോൾ കുറേ പേഷ്യൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മുടെ നന്ദൂട്ടനും ഉണ്ടായിരുന്നു അവിടെ. അവൻ അഡ്മിറ്റായിരുന്നു അവിടെ. ചെന്നപ്പോൾ അവനുണ്ടായിരുന്നു, അവനെ കണ്ടു. ഇപ്പോൾ കുറച്ച് ഭേദമായിട്ടുണ്ട്, കുഴപ്പമില്ല. എന്നാലും ഡോക്ടേഴ്സ് ഗ്യാരണ്ടി ഒന്നും പറയണില്ല. കുഞ്ഞിനാണെങ്കിൽ ഞാൻ മാറി നോക്കുമായിരുന്നു. അവിടെ വേറൊരു പപ്പി വന്നിട്ടുണ്ട്, 9 മാസമായിട്ടുള്ളൂ. അതിന് ടിക്ക് ഫീവറാണേ. അപ്പോൾ അതിനെ നോക്കി നിൽക്കുമായിരുന്നു കുഞ്ഞിനും. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് പരസ്പരം കാണുന്നത്. എന്നിട്ട് കുഞ്ഞിന് ഇഞ്ചക്ഷൻ കൊടുത്തു. ആൾ ഇച്ചിരി ഓക്കെ ആയി, നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പിന്നെ വൈകിട്ടത്തെ ഇഞ്ചക്ഷനും കഴിഞ്ഞ് വന്ന് ആദ്യം പോയി യൂറിൻ ചെയ്ത്. സത്യം പറഞ്ഞപ്പോൾ ഫുൾ ടൈം ഹോസ്പിറ്റലിലാണ്. 10 മണിയായി വന്നപ്പോൾ. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലായിരുന്നു, ഉറങ്ങാമെന്ന് വിചാരിച്ചു. ആൾക്ക് കുറച്ചുകൂടെ സപ്പോർട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് വൊമിറ്റൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ രാവിലെ അറിയത്തില്ല, എന്നാലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് വൊമിറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. അങ്ങനെ ചൂട് ഇന്ന് വൈകുന്നേരം പനിയൊന്നും ഉണ്ടായിരുന്നില്ല, മൈൽഡ് ഫീവർ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇഞ്ചക്ഷനൊന്നും കൊടുത്തില്ല. ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുമ്പോഴും പനിയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ നാളെ കൊണ്ട് ചിലപ്പോൾ എല്ലാം ശരിയാവുമായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ.